BB7 ലൈവിൽ ഇപ്പോൾ നമ്മുടെ കോൾ പേഴ്സൺ ആയിട്ടുള്ള നെവിൻ്റെ കൺട്രോൾ എല്ലാം പോയി നെവിൻ ഇപ്പോൾ ബിൻസിയോട് ചൂടാകുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ചു മുമ്പ് സീസൺ 7 ഫസ്റ്റ് ജയിൽ നോമിനേഷൻ നടന്നിരുന്നു. ആ സമയത്ത് നെവിൻ നോമിനേറ്റ് ചെയ്തത് RJ ബിൻസിനെയായിരുന്നു. അതേ തുടർന്നുണ്ടായ സംസാരമാണ് പിന്നീട് ഒരു വഴക്കിലേക്ക് എത്തിയിരിക്കുന്നത്. നെവിൻ നോമിനേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ബിൻസിക്ക് ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു, പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്ക്. ആ ടാസ്കിൽ പക്ഷേ ബിൻസി കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ്. നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ബിൻസി നെവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നോമിനേറ്റ് ചെയ്തത് കുഴപ്പമില്ല, പക്ഷേ വ്യക്തമായ ഒരു റീസൺ പറയണമായിരുന്നു എന്ന്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വ്യക്തമായ റീസണാണ് പറഞ്ഞത്, നീ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയില്ലേ എന്ന്. അപ്പോൾ ബിൻസി അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാവരെയും ചലഞ്ച് ചെയ്തിട്ടാണ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയത്. ഞാൻ ഉറങ്ങിയാലേ നിങ്ങൾക്കവിടെ ഗെയിമുള്ളൂ. ഞാൻ ഉറങ്ങിയത് ശരി, എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ആ റെഡ് സോണിൽ കൊണ്ട് കിടത്തി ഔട്ടാക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് നെവിൻ പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ നീ ഉറങ്ങിയപ്പോൾ നിന്റെ അടുത്ത് വന്നിരുന്നു, അപ്പോൾ നീ അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുത്തരമായിട്ട് ബിൻസി പറയുന്നുണ്ട്, എന്നെ 3 തവണ നിങ്ങൾ റെഡ് സോണിൽ കൊണ്ടു കിടത്താൻ ശ്രമിച്ചു, ആ 3 തവണയും ഞാൻ ഉണർന്നിട്ടുണ്ട് എന്നും ബിൻസി മറുപടി പറയുന്നുണ്ട്. 3 ദിവസമായി ഈ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്ന ടാസ്ക് തുടങ്ങിയിട്ട്, എന്നിട്ട് ഞങ്ങളിൽ നിന്നും ഒരാളെ പോലും നിങ്ങൾക്ക് ഔട്ടാക്കാൻ സാധിച്ചിട്ടില്ല. വെറുതെ ഈ ഡ്രസ്സും ചെയ്ത് മേക്കപ്പ് ഇട്ട് നടന്നിട്ട് കാര്യമില്ല, ഗെയിമിലും ബുദ്ധിയിലുമാണ് കാര്യമെന്ന് ബിൻസി നെവിനോട് പറയുന്നുണ്ട്. തർക്കത്തിൻ്റെ ഇടയിലും ആ ദേഷ്യത്തിലും ബിൻസി ജയിക്കാൻ വേണ്ടി നെവിനോട് പറയുന്നുണ്ട്, നീ പേക്കോലം കെട്ടി നടക്കുകയാണെന്ന്. അതും കൂടി കേട്ടപ്പോൾ നെവിൻ്റെ ഫുൾ കൺട്രോൾ പോയി. കാരണം നമുക്കൊക്കെ അറിയാം, ഫസ്റ്റ് ഡേ മുതൽ നെവിൻ ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ ആണെന്ന് പറഞ്ഞ് തൻ്റെ ഡ്രസ്സിന് വേണ്ടി എത്ര തവണ ബിഗ് ബോസിനോട് ചോദിച്ചെന്ന്. അപ്പോൾ തന്നെ പേക്കോലം എന്ന് പറഞ്ഞപ്പോഴേക്കും നെവിൻ്റെ ഫുൾ കൺട്രോൾ പോയി. നെവിൻ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്ത് ബിൻസിയോട് സംസാരിക്കുന്നുണ്ട്. എടി പോടി എന്നൊക്കെ നെവിൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, അതൊക്കെ നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, ഇവിടെ എന്നെ ബിൻസി എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബിൻസിയും തിരിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട്, നീ ആദ്യം ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നും നിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് നീ എന്നോട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബിൻസി അതിനൊക്കെ തക്കതായ മറുപടി നൽകുന്നുമുണ്ട്. എന്തായാലും 5th ഡേ ആയപ്പോഴേക്കും ഒരുവിധം എല്ലാവരുടെയും ക്യാരക്ടറൊക്കെ പിടികിട്ടി തുടങ്ങി. കൂൾ പേഴ്സണായിട്ട് ഒരു എൻ്റർടൈനറായിട്ട് നടന്ന നെവിൻ പോലും ഇപ്പോൾ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്താണ് സംസാരിച്ച് തുടങ്ങിയത്.